കൂളിമാട് കടവ് പാലത്തിനോട് ചേർന്ന് വിനോദസഞ്ചാര പദ്ധതികൾ തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ തേടി ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും എംഎൽഎയും സ്ഥലം സന്ദർശിച്ചു. പാലത്തിന്റെ അടിയിൽ കൂളിമാട് തീരത്ത് കുട്ടികൾക്കും വയോജനങ്ങൾക്കുമുള്ള പാർക്ക് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര സംവിധാനങ്ങൾ ഒരുക്കുന്നതിനാണ് ആലോചിക്കുന്നത്. പാലം ഉദ്ഘാടന സമയത്ത് തന്നെ പാലത്തിന്റെ അടിയിൽ കൂളിമാട് ഭാഗത്തും പാർക്കും മറ്റ് വിനോദസഞ്ചാര സംവിധാനങ്ങളും ഒരുക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് ടൂറിസം ഉദ്യോഗസ്ഥർ കരട് പ്രൊജക്ട് റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പ്ലാനും തയ്യാറാക്കിയിരുന്നു. ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത്. പുതിയ പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനോട് ചേർന്ന് വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പിലാക്കാൻ മന്ത്രി നേരത്തെ പ്രഖ്യാപനം നടത്തിയിരുന്നതാണ്. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ നിരവധി പാലങ്ങളുണ്ടെങ്കിലും ടൂറിസം സാധ്യതകൾ ഉള്ളത് കൂളിമാട് പാലത്തിനാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത്. ഉടൻ തന്നെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയും വിശദമായ പദ്ധതി തയ്യാറാക്കി മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ സ്ഥാനമാണിത്. പാലം വന്നതോടുകൂടി ഒരുപാട് വിസിറ്റേഴ്സ് എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ആകർഷണീയമായ രീതിയിൽ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പി.ടി.എ. റഹീം എം.എൽ.എ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം കെ റഫീഖ്, ടി.കെ. നാസർ, അക്ഷര കൂളിമാട് ഭാരവാഹികൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ടൂറിസം വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഫൈസൽ, DTPC സെക്രട്ടറി നിഖിൽ, ടൂറിസം പ്രോജക്ട് എഞ്ചിനീയർ ലിനീഷ്, ആർക്കിടെക്ട് KP ദിലീപ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.